Hi, this is Abu's Indian Secret Foodie. Welcome back to my YouTube channel. ഭയങ്കര ചൂട്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇനി സമയമില്ല, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. നാളെയാണ് തലേ ദിവസം. ഇന്നാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ട്രിവാൻഡ്രം ഫേസ് സലൂൺ വേണ്ടി പോവുകയാണ്. എനിക്ക് സ്കിന്നിലും മുഖത്ത് അങ്ങനെ ഒന്നും ചെയ്യാനില്ല, ബിക്കോസ് ഞാൻ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഫേഷ്യലോ ക്ലീനപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അമ്മയ്ക്ക് ഹെയറും എനിക്ക് ജസ്റ്റ് പെഡിക്യൂറും ഒക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കല്യാണ വീട്ടിലാണ്. സോ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ കല്യാണ വീട്ടിലാണ്. രാവിലെ അവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ ഫേസ് സലൂണിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന ഡേ തന്നെ ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തായിരുന്നു. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം പോയിട്ട് കളറും ചെയ്തു. അപ്പം ഇനി എനിക്ക് ചെയ്യാനുള്ളത് സ്പായാണ്. പക്ഷെ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഹെയർ എന്തായാലും നന്നായിട്ട് കുളമാകും. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പോയിട്ട് സ്പാ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നൈനുമാണ് അവിടെ കിടന്ന് അമ്മ വന്നു വിളിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പോകുന്നത്, എനിക്കിപ്പോൾ സ്പാ ചെയ്യണമെന്നും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ബിക്കോസ് ഞാൻ പിന്നെയും വിചാരിക്കുന്നത് കല്യാണം കഴിയുമ്പോൾ ഹെയർ സ്പ്രേ ഒക്കെ സെറ്റ് ചെയ്ത് ഹെയർ ഭയങ്കര ഫ്രിസി ആകുമ്പോഴത്തേക്കും പിന്നീട് പോയി സ്പാ ചെയ്ത് സെറ്റ് ആക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പോഴും എൻ്റെ ഹെയർ നല്ല ഫ്രിസിയാണ്. ബിക്കോസ് ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ വലിച്ച് നീട്ടുന്നില്ല. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഒരു ദിവസം എന്തായാലും നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ എന്ത് പ്ലാൻ ചെയ്താലും നമുക്കത് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനും അമ്മയും എപ്പോഴത്തെ പോലെ തന്നെ നല്ല ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് കാറ് കഴുകുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഹോമാണ്. അപ്പം ഞങ്ങളുടെ ഹോമിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കാറൊക്കെ കഴുകുകയാണ്. കാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊടി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കാറല്ലേ, അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴുകിയതിന് ശേഷം ഒരു 12 മണിക്ക് കഴുകാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 1 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ 1 മണിക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു, ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ എന്തൊക്കെയോ കൂട്ടായ്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു വേറൊരു മാമൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വരാമെന്നൊരു പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ എപ്പോൾ ഇറങ്ങിയാലും പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഉറപ്പായിട്ടും അവർ നല്ല ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചത്. ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നൈനിൻ്റെ സൗണ്ടാണ്. ഇതെല്ലാം ഒഴിഞ്ഞിട്ട് നല്ലൊരു വോയിസ് ഇടാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർത്തേ പറ്റുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെർബൽ ജ്യൂസ് ഷോപ്പുണ്ട്. അവിടെ കയറി നല്ല അടിപൊളി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഓർഗാനിക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെനു. വൈഡ് വെറൈറ്റി ഓഫ് ഷേക്സ് ഉണ്ട്. വെജിറ്റബിൾ ഷേക്ക്, അതായത് ടൊമാറ്റോ ഷേക്ക് ഉണ്ട്, പിന്നെ മാംഗോ, പിന്നെ ടെൻഡർ കോക്കനട്ട് തന്നെ പല വെറൈറ്റികൾ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര വെറൈറ്റിയാണ്. ലൈക്ക് ഞാനിവിടെ വരണം എന്ന് ആഗ്രഹിച്ച ഒരു പ്ലേസാണ്. ഇപ്പോഴാണ് ഇതിനൊരു അവസരം കിട്ടിയത്. കറ്റാർ വാഴ, കുക്കുംബർ, ക്യാരറ്റ്, ഭയങ്കര ഹെൽത്തി ആയിട്ട് അവർ ഒരു കെമിക്കൽസോ ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഫ്രഷായിട്ട് അടിക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവർ ഭയങ്കര ഫ്രഷായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സിലടിക്കുന്നതാണ്. അതെ, ബ്രൊക്കോളി ജ്യൂസ് ഉണ്ട്, പിന്നെ കുക്കുംബർ, കുറേ മാംഗോ, നിങ്ങൾ പറഞ്ഞത് ഡ്രാഗൺ ഫ്രൂട്ട്, കോക്കനട്ട് മിൽക്ക്, നട്ട്സ്. ഇത് ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇത്. നമ്മുടെ ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഇത് ടെൻഡർ കോക്കനട്ട് വിത്ത് നട്ട്സ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് ഫെയർ സലൂൺ. ഇപ്പോൾ പുതിയ ഇനാഗുറേഷനൊക്കെ നടന്നിട്ട് പുതിയ ഒരു സ്ഥലം വന്നതാണ്. അതായത് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലറാണ് ഇത്, ഫെയർ സലൂൺ. അപ്പം നമുക്ക് അകത്ത് ചെന്നിട്ട് വിശേഷങ്ങൾ നോക്കാം. ഗൈസ്, ഒന്നും ചെയ്യാണ്ട് ഇറങ്ങി പോവുകയാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഇത് നല്ല തിരക്കുണ്ട്. ബിക്കോസ് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടല്ല വന്നത്. കാരണം കുറേ തവണ രാവിലെ വിളിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ ആരെയും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വേറെ ഒരു സലൂണിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല റഷാണ്. എനിക്കൊന്ന് കയറിക്കൊണ്ടേക്കാം. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ സംഭവം പെഡിക്യൂറിനൊക്കെ 1 hour വെയിറ്റിംഗ് ആണ് അവർ പറയുന്നത്. 1 hour ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് വേറൊരു സലൂണിലേക്ക് പോവുകയാണ്. സോ
സോ ഞങ്ങൾ പോയത് നാലാഞ്ചിലുള്ള ശിവാസ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞൊരു പാർലറിലാണ്. അപ്പം അവിടെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് സ്പായും പെഡിക്യൂറും ആണ്. അമ്മ ചെയ്യുന്നത് ക്ലീനപ്പും പിന്നെ ഹെയർ ഡൈ എന്ന് വെച്ചാൽ ഹെയർ അമ്മേൻ്റെ കുറച്ച് നരച്ച ഹെയർ ഉണ്ട്, ഗ്രേ ഹെയറൊക്കെ ഒന്ന് ഡൈ ചെയ്യാനായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ സർവീസ് കേട്ടോ. നല്ല സർവീസായിരുന്നു. അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ചെയ്തത്. പിന്നെ എൻ്റെ മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ഹെയർസ് ഉണ്ട്, പിന്നെ നല്ല ചകിരി നാര് പോലെയാണ് മുടീൻ്റെ തുമ്പ് കിടക്കുന്നത്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം, മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ട് അവിടെ സ്പാ ചെയ്യാൻ ശ്രമിക്കണമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഗൈസ്, ഞാൻ UK യിലായിരുന്ന സമയത്ത് 2 കൂടുതൽ വർഷമായി ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി മുതിർന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്തു. അവിടെ എക്സ്പെൻസീവും ആണ്, പക്ഷെ നമുക്കത് അഫോർഡാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് നമുക്കവിടെ കിട്ടിയെന്ന് അത്രയും റിസ്ക് എടുക്കാത്തത് മാത്രമല്ല, എനിക്ക് അവരുടെ സർവീസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു മസാജ്. ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഹെഡ് മസാജ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ സ്പാ അല്ലാണ്ട് ഹെഡ് മസാജ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഞാൻ ഡെയിലി വന്ന് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓയിൽ ഹെഡ് മസാജ് ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ഹെയറിൽ ഞാൻ ഓയിൽ തൊട്ടിട്ട് ഏകദേശം 3 വർഷത്തിൽ കൂടുതൽ. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എനിക്ക് ഉറങ്ങി ഞാൻ വീഴും. തലയൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എന്തൊരു റിലാക്സ് ആയിരുന്നെന്ന് അറിയാമോ. അതിനുശേഷം അവരെൻ്റെ ബാക്കും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര റിലാക്സ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മസാജ് എന്ന് പറയുന്നത്. കൂളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഹെഡ് മസാജ്. ഞാൻ വിചാരിച്ച ഹെഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവർ ഷോൾഡറും ഹാൻഡും എല്ലാം നല്ല സൂപ്പറായിട്ട്, ഈവൻ ബാക്ക് വരെ, നമ്മുടെ മുതുകിൻ്റെ ഭാഗത്ത്, നടുവിൻ്റെ ഭാഗത്ത് വരെ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് തന്നു. ചില സമയത്ത് ചില മുടികൾ കയറി വലിഞ്ഞിട്ട് ഒരു പെയിനും ഉണ്ടായിരുന്നു, പക്ഷെ അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത്രയും കിടിലായിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് അവർ മസാജ് ചെയ്തത്. ഇത് അടിപൊളി മസാജായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നല്ലോണം. ഈ ഒരു മസാജ് ഞാൻ ഭയങ്കരമായിട്ട് റിലാക്സായി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് എൻ്റെ അമ്മ അപ്പുറത്ത് നിന്ന് ഈ ഒരു മസാജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ അപ്പുറത്തിരുന്ന പോസ്റ്റ് ചെയ്യാലും എല്ലാവരും ചോദിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞതിന് ആ ഒരു ഹെയർ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പെഡിക്യൂർ ചെയ്യാൻ പോയി. പെഡിക്യൂർ ചെയ്യാൻ കാരണം വെച്ചാൽ എൻ്റെ കാല് ഭയങ്കര ഡ്രൈയും ഭയങ്കര പിഗ്മെൻറ്റഡും ആയിരുന്നു. പിന്നെ എൻ്റെ ശരീരത്ത് കാലിലും കയ്യിലൊക്കെ നല്ല ഹെയർ ഉള്ളതുകൊണ്ട് കാലിലെ ഹെയർ മാത്രമേ ഞാൻ വാക്സ് ചെയ്യും, കയ്യിലെ ഹെയർ വാക്സ് ചെയ്യത്തില്ല. അപ്പം ഭയങ്കര ഒരു വൃത്തികേടായിരുന്നു. കാരണം കല്യാണമൊക്കെ വരുമല്ലേ, നോർമൽ ചെപ്പലല്ലേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പെഡിക്യൂർ ചെയ്യാമെന്ന് പറഞ്ഞു. അവരുടെ സർവീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഒരുപാട് സമയമെടുത്ത് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷമാണ് അവർ പെഡിക്യൂർ ചെയ്യുന്നത്. കാരണം ഞാൻ 2 വർഷത്തിൽ കൂടുതലായി പെഡിക്യൂർ ചെയ്തിട്ട്, പിന്നെ നഖത്തിൻ്റെ അടിയിലും പുറത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള അഴുക്കുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് വാവ്, എൻ്റെ കാല് തന്നെയാണോ ഇത് എന്നൊരു എക്സ്പ്രഷൻ ആയിപ്പോയി. എനിക്ക് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ടലും നഖവും ഒക്കെ അവർ നന്നായിട്ട് സ്മൂത്തായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നഖത്തിൽ അവർ എന്തോ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് കയറിക്കൊണ്ട് മുറിഞ്ഞു തോന്നുന്നു. നല്ല പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ഇന്നിങ്ങനെ ഒരു വിളിച്ചു. അപ്പോൾ അവർ കുറേ സോറിയൊക്കെ പറഞ്ഞു. അത് അവരുടെ അശ്രദ്ധയല്ല, പറ്റിപ്പോയതാണ്. കാരണം ഞാൻ കാല് വലിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതിനവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ചേച്ചി ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് ഇരുന്ന് ചെയ്തത്. പക്ഷേ ലൈക്ക് ഫ്രണ്ട്ലി അല്ലായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും സംസാരിക്കുന്ന പോലെ അവരുടെ റൂൾസിന് ചിലപ്പോൾ എതിരായിരിക്കും. പക്ഷേ അവിടുത്തെ ആ ഒരു ഓണറൊക്കെ ആണെങ്കിലും ആ ചേച്ചി നല്ല സൂപ്പറായിട്ട് ചേച്ചി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഞാനാണെങ്കിലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ ഭയങ്കര അടിപൊളി കസ്റ്റമർ സർവീസായിരുന്നു. കാര്യം ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര സാഡായി ഗൈസ്. കാരണം ഇതെന്താ കിടക്കാത്ത എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നു. പക്ഷേ ഹെയർ ഡ്രയർ എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ UK ഇനി എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ ഉദ്ദേശിക്കുവാണ് ഞാനെങ്കിൽ ഹെയർ ഡ്രയർ വെച്ച് ഞാനിങ്ങനെ
സെറ്റ് ചെയ്യും. എൻ്റെ ഹെയർ ഡ്രയറുണ്ട്, കേളറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് സ്പ്രിങ് ആയിട്ട് എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്യും. ഫൈനലി സെറ്റ് ചെയ്തു. ഓക്കേ, ക്ലീനപ്പാണ്, ഫേഷ്യൽ അല്ല ഗൈസ്. സോ മമ്മി കാതൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ കിടക്കും. മമ്മി വല്ല പറ, മമ്മി പറ. സർവീസ് എനിക്ക് നല്ല തൃപ്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു ഷോപ്പുള്ള കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. പക്ഷെ അറിഞ്ഞതിന് ശേഷം ഞാൻ വരാറുണ്ട്. എന്നുമല്ല, കയ്യിൽ സാമ്പത്തികം വരുമ്പോൾ ഇനി വരും. സാമ്പത്തികം വരണമെങ്കിൽ ഞാൻ വരണം. തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ വന്നത്. പക്ഷേ ഭയങ്കര ഓവർ റേറ്റഡ് ഗൈസ്. 3 കുഞ്ഞു കുണുക്കാസി പീസ് മട്ടന് അവർ 390 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. എനിക്കത് അത്രയും ഭയങ്കര പീസ്, ഇങ്ങനത്തെ ഒരു 3 പീസ് മട്ടൻ ബിരിയാണിക്കാണ് 390 റുപ്പീസ് അവർ ചാർജ് ചെയ്തത്. അറൗണ്ട് 400 റുപ്പീസ്. അതൊട്ടും വെറുതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനേക്കാളും നല്ല അടിപൊളി ബിരിയാണിയിൽ കിട്ടും. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ജുവലറിയിൽ പോയിട്ട്, ജുവലറി അല്ല ഫാൻസിയിൽ പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്. വെച്ചാൽ അടുത്ത ദിവസം കല്യാണ പരിപാടിക്ക് ഇടാനുള്ള 2-3 കമ്മലായിരുന്നു എനിക്ക് മേടിക്കാനുള്ളത്. സോ ഗൈസ്, വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ഒരു ഹെയർ സലൂണിലെ ഞാനും എൻ്റെ അമ്മയൊക്കെ എപ്പോൾ പോയാലും തിരിച്ചെത്തുന്നത് നല്ല ലേറ്റായിട്ടായിരിക്കും. സോ ഇതാണ് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.